ഹലോ, ദിസ് ഇസ് ജെറൻ ഫ്രാൻസിസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് നാളത്തെ ഒരു ഡ്രീം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണോ എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടി, അതായത് ഒരു വർക്ക് വിസയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോവുക, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പോവുക എന്നുള്ളതാണ്. വേറെ ഏതൊരു മാർഗം നമ്മൾ നോക്കിയാലും നമുക്കറിയാം അത്ര ഈസി അല്ല. കാരണം എംബസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമ്മൾക്ക് വിസ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു വർക്ക് വിസയിൽ പോകാന്നുള്ളതും അത്ര ഈസി അല്ല. കാരണം നമുക്കൊരു എംപ്ലോയറിനെ കിട്ടണം, ഒരു ജെനുവിൻ എംപ്ലോയറിനെ കിട്ടണം, ഒരു ജെനുവിൻ ജോബ് ലെറ്റർ കിട്ടണം. അതിനുശേഷം നമുക്കൊരു ജോബ് എംപ്ലോയ്മെൻറ്റ് കിട്ടി പോകാന്നുള്ളത് അത്ര ഈസി അല്ല. നമ്മൾക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കത് ഒരു ലക്കാണ്, കിട്ടുമോ കിട്ടാതിരിക്കാനോ ചാൻസ് ഉണ്ട്. അതല്ലാതെ നമ്മളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരാമെന്ന് പറയാനായിട്ട് നമുക്കൊരു മാർഗമുള്ളത് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ യൂറോപ്പിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്ന കോസ്റ്റ്, ട്യൂഷൻ ഫീസ്, അതുപോലെ തന്നെ നമ്മൾക്ക് വരുന്ന എക്സ്പെൻസസ്, ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ഡൗട്ട് വന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പിന്മാറുന്നതും. കാരണം നമുക്കറിയാം ഒരു ഹ്യൂജ് എമൗണ്ട് വരും. ഒരു യൂറോപ്യൻ യൂണിയനിൽ എന്നൊക്കെ പറയുമ്പോൾ യൂറോയിലാണ് കോഴ്സ് ഫീ വരുന്നത്, നല്ലൊരു എമൗണ്ട് വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റലിയിൽ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാമെന്നുള്ളത് ഞാനിന്ന് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്പോൺസറിനെ ഒന്ന് പരിചയപ്പെടാം. എഡ് എബ്രോഡ് കൊച്ചിൻ. ദേ ആർ വൺ ഓഫ് ദ ലീഡിങ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഇൻ കേരള. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് യൂറോപ്പിലേക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കുമൊക്കെ ഒരു എഡ്യൂക്കേഷൻ വിസ ചെയ്യുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസി ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ സക്സസ് റേറ്റും വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അവരുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്ട് നമ്പറും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ഇറ്റലി ചൂസ് ചെയ്യുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, ഇറ്റാലിയൻ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ്, അവരുടെ പ്രിവിലേജസ്, നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെ പല ഭാഗങ്ങളിൽ, പല രാജ്യങ്ങളിൽ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി നോക്കിയാലും ഇറ്റലിയിൽ കിട്ടുന്ന അത്ര ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെന്നില്ല. മോർ ദാൻ 5,000 സ്കോളർഷിപ്സ് ഇന്ന് നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇറ്റലിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ്, വളരെ തുച്ഛമായിട്ടുള്ള ട്യൂഷൻ ഫീസ്, അതായത് സ്റ്റാർട്ടിങ് ഫ്രം €500 to €2,000 നിൽക്കുന്ന അവരുടെ ട്യൂഷൻ ഫീസ്. അതുപോലെ തന്നെ നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്, അതായത് ഒരു 20 hours ഒക്കെ നമുക്ക് വീക്ക്ലി വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ലീവിങ് എക്സ്പെൻസസ് സ്റ്റുഡൻസിന് വളരെ കുറവാണ്. വർഷം തോറും ഒരുപാട് സ്റ്റുഡൻസ് ഇറ്റലിയിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ എഡ്യൂക്കേഷന് വേണ്ടി നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് പറഞ്ഞേക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറ്റലി. ഇറ്റലിയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് ആയിട്ടും പബ്ലിക്കായിട്ടും നടത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇറ്റലിയിലുണ്ട്. പലതും ഇന്റർനാഷണൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. ഇതിനകത്ത് ഒരു 500ഓളം പ്രോഗ്രാമുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇറ്റലി ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇറ്റലിയിലെ സ്കോളർഷിപ്പ് സ്കീംസ് ആണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് 5,200 തുടങ്ങി €15,000 വരെ നിൽക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു സ്കോളർഷിപ്പിൽ തന്നെ നമ്മളുടെ ട്യൂഷൻ ഫീസും അതുപോലെ നമ്മുടെ ലിവിങ് കോസ്റ്റും നമുക്ക് അതിനകത്ത് തന്നെ മെജോറിറ്റി നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് വീക്ക്ലി പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് യൂറോപ്പിൽ തന്നെയുള്ള ചില കൺട്രികളിൽ നമ്മളൊരു എഡ്യൂക്കേഷണൽ വിസയ്ക്ക് വേണ്ടി പോയാലും നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പലരും പല രീതിയിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയല്ല. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ടൂറിസത്തിൻ്റെ മേഖലയിലായാലും ഒരുപാട് ഇൻഡസ്ട്രീസും ഒരുപാട് വേക്കൻസീസും ഉള്ള ഒരു കൺട്രിയാണ് ഇറ്റലി. അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമുകൾക്കാണ് സ്കോളർഷിപ്പ് അവൈലബിൾ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക കോഴ്സുകൾക്ക് എല്ലാത്തിനും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ബാച്ചിലേഴ്സിലായാലും മാസ്റ്റേഴ്സിലായാലും എഞ്ചിനീയറിംഗിൽ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ സിവിൽ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, IT, ടൂറിസം മുതലായ മിക്ക കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ടായിരിക്കുമെന്ന്. പക്ഷെ ഞാനത് മാറ്റി വെച്ചുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ഇന്ന് അവതരിപ്പിക്കാൻ കാരണം നമ്മൾക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതായത്
സെപ്റ്റംബർ 2019 ഈ കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു സ്കീമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ റെഡിയാക്കാനുണ്ട്. അതായത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ഇതെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു നല്ലൊരു ജെന്യുവൻ ഏജൻസി അത്യാവശ്യമാണ്. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ ഈ ചാൻസ് ചിലപ്പോൾ നഷ്ടമായെന്ന് വരും. അത്തരത്തിലുള്ള പേപ്പർ വർക്കുകളും എല്ലാം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ഏജൻസി അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഡ് അബ്രോഡിനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങൾക്ക് ഈ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കൊല്ലം വരെ ആ രാജ്യത്ത് സ്റ്റേ ബാക്കിനുള്ളൊരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആ സ്റ്റേ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ജോലി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആ ജോലി വഴി നമുക്കൊരു ടെമ്പററി പെർമിറ്റ് എടുക്കാനും ഒക്കെ ആ ഒരു സ്റ്റേ ബാക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എസ്പെഷ്യലി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനായിട്ട് കൂടുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള ഒരു സപ്പോർട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അതുവരയ്ക്കും